സാധാരണ ഒരു ടീം തോറ്റാൽ അവർക്ക് എതിർ ടീമിൽ താരങ്ങളോട് ദേഷ്യമായിരിക്കും. കാരണം അവർക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ സഞ്ജുവിനോട് ചെയ്തത് മറ്റൊരു കാര്യമാണ്. സഞ്ജു ഒരു നല്ല മനുഷ്യനാണെന്ന് സൗത്ത് ആഫ്രിക്കൻ ടീമിന് അറിയാം. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം അതുപോലത്തെ ഒരു കാര്യം സഞ്ജുവിനോട് ചെയ്തത്. കളി സൗത്ത് ആഫ്രിക്ക തോറ്റാലും അവർക്ക് സഞ്ജുവിനെ ഇഷ്ടമാണ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാർക്രം സഞ്ജുവിനോട് ചെയ്ത കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു T20യിൽ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഞ്ജുവിന് നാളുകളാണ് വരാൻ പോകുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറി സഞ്ജു നേടി. ലോക ക്രിക്കറ്റിൽ ഇത് നേടുന്ന ആദ്യത്തെ താരമാണ് സഞ്ജു. ഇന്നലെ കളി കഴിഞ്ഞ് സഞ്ജു ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം ഓടി വന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വന്തം ടീമിലെ താരത്തെ പോലെയാണ് മാർക്രം സഞ്ജുവിനോട് സംസാരിച്ചത്. സഞ്ജുവുമായിട്ട് മാർക്രം ഒരുപാട് നേരം സംസാരിച്ചു. സൗത്ത് ആഫ്രിക്കൻ ടീമിന് സഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമായെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന് കാരണം സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയാണ്. ഈ ഒരു സീരീസിൽ 2 സെഞ്ചുറിയാണ് സഞ്ജു അടിച്ചിരിക്കുന്നത്. T20 ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി തന്നെ ഇതിഹാസങ്ങൾ അടിക്കാൻ പാടുപെടുകയാണ്. ആ സമയത്താണ് ഒരു സീരീസിൽ 2 സെഞ്ചുറി സഞ്ജു അടിക്കുന്നത്. ഇത് ചരിത്രം തന്നെയാണ്. അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ശരിക്കറിയാം. അതുകൊണ്ടാണ് മാർക്രം ഓടി വന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചത്. സഞ്ജുവിനെ അഭിനന്ദിക്കാൻ മാർക്രം മറന്നില്ല. ഇനിയും നീ ഇതുപോലത്തെ കളി ആവർത്തിക്കണമെന്നാണ് മാർക്രം വ്യക്തമാക്കിയത്. എന്തായാലും ഇനി സഞ്ജുവിനെ വെച്ചടി കയറ്റമായിരിക്കും. സഞ്ജുവിൻ്റെ നല്ല കാലം എത്തിയിരിക്കുകയാണ്. ഇതിന് നന്ദി പറയേണ്ടത് കോച്ച് ഗംഭീറിനോടാണ്. ഗംഭീറാണ് സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കിയത്. അതിനുശേഷമാണ് സഞ്ജു ഇതുപോലത്തെ മികച്ച കളി കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്കിനി സഞ്ജുവിൻ്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.